C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അവന്റെ മനസ്സിൽ ഇപ്പൊ അവൾ ഇല്ലെന്നുള്ളതാണ് സത്യം. പക്ഷേ അവളുടെ മനസ്സിൽ അവനുണ്ടല്ലോ. ആ സ്ത്രീ അങ്ങനെയല്ലേ പറഞ്ഞത്? അതേപ്പറ്റി നീ ഇപ്പൊ ആലോചിക്കണ്ട. കുറച്ചു കഴിയുമ്പോൾ അവളത് മറന്നോളൂ. ഞാൻ ആലോചിക്കായിരുന്നു ഹിറ്റ്ലറെ. എന്ത്? അല്ല, ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. ചിലപ്പോ വർഷങ്ങളോളം കാണണമെന്നൊന്നുമില്ല, സംസാരിക്കണമെന്ന് പോലുമില്ല. പക്ഷെ ഓർമ്മയുടെ ഓരോ നിമിഷത്തിലും അവർ നമ്മുടെ ഉള്ളിലുണ്ടാവും. നമ്മൾ ജീവിക്കുന്നത് പോലും അവർക്ക് വേണ്ടിയാവും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നിങ്ങള്? ഞാനോ? പിന്നല്ലാതെ. മരിച്ചുപോയിട്ടും സുപ്രിയയ്ക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? സുപ്രിയ മരിച്ചിട്ട് എത്ര വർഷമായി നിങ്ങൾ അവളെ കാണുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ? എന്നിട്ടും ഇപ്പോഴും നിങ്ങൾ അവൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്? ഇത് തന്നെ ഹിറ്റ്ലറെ യഥാർത്ഥ സ്നേഹം, പ്രേമം. നിങ്ങളെന്താ ഞാൻ ഇത്രയും പറഞ്ഞിട്ടൊന്നും മിണ്ടാതിരിക്കുന്നേ? ഞാനെന്താ പറയാ? നിങ്ങളൊരു നല്ല കാമുകനാ ഹിറ്റ്ലർ. സുപ്രിയ ഭാഗ്യവതിയായ ഒരു കാമുകിയും. ലോകത്ത് അപൂർവമായേ ഉണ്ടാവുള്ളൂ നിങ്ങളുടേതുപോലുള്ള സ്നേഹബന്ധം. ഹിറ്റ്ലറെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. സുപ്രിയ നഷ്ടപ്പെട്ട് ഇത്രയും നാളായിട്ടും നിങ്ങളുടെ ഓർമ്മയിൽ സുപ്രിയ മാത്രമല്ലേ ഉള്ളൂ? നിങ്ങൾ കാത്തിരിക്കുന്നത് സുപ്രിയയ്ക്ക് വേണ്ടി മരിക്കാനല്ലേ? ആ കുട്ടിയും കാത്തിരിക്കുന്നത് അതുപോലെയാണെങ്കിലോ? ശിവയുടെ ഉള്ളിലെ സ്നേഹം അവൻ നമ്മളോട് പറയാത്തതാണെങ്കിലോ? ചിലപ്പോ നിങ്ങൾക്ക് തന്ന വാക്കിന്റെ പേരിൽ അവൻ അവളെ ഒഴിവാക്കുന്നതായാലോ? അങ്ങനെയാണെങ്കിൽ അവന്റെ ഉള്ളിലെ വേദന എത്രമാത്രം വലുതായിരിക്കും? അവന്റെ മനസ്സിൽ അവളോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അവനത് എന്നോട് പറയുമായിരുന്നില്ലേ? പറഞ്ഞിരുന്നെങ്കിൽ എന്ത് വേണമെന്ന് അപ്പ തീരുമാനിച്ചേനെ. ഇപ്പൊ നിന്റെ ഈ സാങ്കല്പിക ചോദ്യത്തിന് പ്രസക്തിയില്ല. നീ പോയി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെക്കേ. അപ്പോഴേക്കും റെസ്റ്റോറന്റ് വരെ പോയിട്ട് ഞാനിങ്ങ് വരാം. അയ്യോ, എന്താ പെട്ടെന്നൊരു തിരിച്ചുപോക്ക്? ഞാൻ ഇത്രയും ചോദിച്ചുണ്ടാ? അല്ല, എനിക്ക് ഓഫീസിൽ അത്യാവശ്യമുണ്ട്. ഞാനത് മറന്നുപോയിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്തിരുന്ന ഒരു അരമണിക്കൂർ. നീ ഡ്രസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാനങ്ങ് എത്തിക്കോളാം. ശരി. മോളെ, അവനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. അമ്മ, അതിന് ഡീക്ക് എന്റെ കൂടെ ഇല്ല. ഇല്ലേ? അവനവിടെ പോയി? അത് റെസ്റ്റോറന്റിലേക്ക് അത്യാവശ്യമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഇവിടെ ഇറക്കിയിട്ട് ആള് റെസ്റ്റോറന്റിലേക്ക് പോയിരിക്കുവോ? ആ, ഓക്കെ മോളെ. പിന്നെ ഇനി അവൻ വരുമ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്യണം. അമ്മ പറയൂ. അതെ, അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞാൽ നീ അവനെയും കൊണ്ട് ഒരു ഫിലിമിന് പോണം. പറ്റിയ പാർട്ടി അമ്മയുടെ മോൻ. നടക്കുന്ന കാര്യം വല്ലതും പറയാമേ? ഞാൻ പറഞ്ഞു നോക്കാമേ, പക്ഷേ നടക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. നടത്തണം നീ.
അതാ നിന്റെ മിടുക്ക്. ദേ, നീ സിനിമയ്ക്ക് പോയേ പറ്റൂന്നേ നീ കട്ടയ്ക്ക് അങ്ങോട്ട് പറയണം. ഉം. അത് കഴിഞ്ഞ് വേറൊരു പരിപാടിയുണ്ട്. എന്ത് പരിപാടി? അമ്മ തന്നെയാണോ ഈ പറയുന്നത്? എന്റെ അമ്മ ഇതൊന്നും നടക്കില്ല. നടക്കും ബേട്ടി. ദേ, സിനിമയും കണ്ട് ഫുഡും കഴിച്ചു കഴിയുമ്പോ നീ അവനോട് പറയണം നമുക്ക് ഐസ്ക്രീം പാർലറിൽ പോണോന്ന്. നടന്നത് തന്നെ. മിക്കവാറും അമ്മയുടെ മോനെ എന്നെ വഴിയിൽ തന്നെ ചവിട്ടി ഇറക്കും. നോ ബേട്ടി, അവന്റെ ഉള്ളിലേ നിന്നോട് ലവ് ഉണ്ട്. അത് കാണിക്കാൻ നീ അവന് ചാൻസ് കൊടുക്ക്. എങ്ങനെ? അമ്മയ്ക്ക് ഇതൊക്കെ തമാശയായിട്ടാണ് തോന്നുന്നത്. അമ്മേ, ഇതൊക്കെ നോട്ട് വർക്കിംഗ്. നടക്കത്തില്ല. നീ എന്നെ കളിയാക്കുന്നോ? നിന്നെ ഞാനാണല്ലോ. ഇതൊക്കെ വർക്കബിൾ ആണോ ബേട്ടി? എന്നിട്ട് ഐസ്ക്രീം പാർലറിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? അതെ, ബോറോട്ട ബീഫ് വാങ്ങി കഴിക്കണം. അല്ല പിന്നെ കഴുത. ആ, പറയുന്ന കേൾക്കും മോളെ. അവിടെ ചെന്നിരുന്നിട്ട് ബ്യൂട്ടിഫുൾ ആയ കണ്ട ഐസ്ക്രീം പറയണം. ഐസ്ക്രീം അല്ലേ? എന്നിട്ട് നീ അവന്റെ കണ്ണിൽ തന്നെ ലുക്ക് ചെയ്യണം. എന്താ? ദേ, കണ്ണു മാറ്റരുത്. അപ്പോ അവനും നിന്നെ നോക്കും. അങ്ങനെ പരസ്പരം ലുക്കിംഗ് കണക്ട് ആവുമ്പോ നീ അവന് ഐസ്ക്രീം എടുത്തു കൊടുക്കണം. എടി, അവനത് കഴിക്കും. എന്നിട്ട് നിന്നെ ലവ് ചെയ്യാൻ തുടങ്ങും. അവിടെ വെച്ച് നീയും അവനോട് ഐ ലവ് യു എന്ന് പറയണം. അയ്യേ, ഈ അമ്മ ഇതെന്താ കൊച്ചു പിള്ളേരെ പോലെ? ഇതൊക്കെ +2 പഠിക്കുന്ന കുട്ടികളുടെ ഐറ്റം അമ്മ. അമ്മയുടെ മോനുണ്ടല്ലോ, രാവണനാ, തനി രാവണൻ. ഈ പൈങ്കിളി പരിപാടിയൊന്നും ആ കാലത്തില് വേഗം പോകുന്നില്ല. എടി, ഏത് രാവണന്റെ ഉള്ളിലും ലവ് ഒക്കെ ഉണ്ട്. ഒറിജിനൽ ലങ്കയിലെ രാവണൻ പോലും ലവ് കൂടിയിട്ടാ സീതയെ മോട്ടിച്ചോണ്ട് പോയത്. അത് രാവണൻ, ഇത് ഹിറ്റ്ലർ രാവണൻ. ഇവിടെ ആ പണിയൊന്നും നടക്കത്തില്ല അമ്മേ. യു ട്രൈ മൈ ഗേൾ, ഓൾ ഈസ് വർക്കിംഗ്. ശരി, എന്നാ അമ്മ വെച്ചോ. ഞാൻ ഈ സാരികളൊക്കെ ഒന്ന് നോക്കട്ടെ. ശരി മോളെ. ശരി അമ്മേ. മാഡം, മേളിൽ പുതിയ കളക്ഷൻ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. മുകളിലാണോ? മുകളിലാ. ആ. വരൂ മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.